ഇന്നത്തെ ഞങ്ങളെ പ്ലാൻ വളരെ ചെറുതായിരുന്നു കേട്ടോ. ഗോപുവിനെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടുക, വീട്ടിലേക്ക് പോവുക. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പ്ലാൻ എല്ലാം തെറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ഞങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് തന്നു. ഗോപുവിൻ്റെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഗോപു വരുന്നവരെ എവിടെയെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ നേരെ ബീച്ചിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. പോകുന്ന വഴി ഞങ്ങൾക്കൊരു റെയിൽവേ ക്രോസിംഗ് കിട്ടി. അതുകൊണ്ട് ബദ്രിക്ക് ട്രെയിൻ കാണാനായി. അവൻ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. പിന്നെ ഞങ്ങൾ ബീച്ചിലെത്തി. വരക്കൽ സൈഡിലുള്ള ബീച്ചിലാണ് പോയത്. പോകുന്ന വഴി ഒരു കാറ്റാടി മേടിച്ചു കേട്ടോ ബദ്രിക്ക്. ബദ്രിയുടെ കാല് നനയ്ക്കുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയാണ് ഞങ്ങൾ 3 പേരും ആ ബീച്ചിലെത്തിയത്. പക്ഷേ കടൽ കണ്ടപ്പോൾ ബദ്രിക്ക് ഒരു അന്താളിപ്പായിരുന്നു. എനിക്കും പേടിയായി ട്ടോ. കാരണം വേവ്സ് കുറച്ച് ഹൈറ്റിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ബദ്രീനെ നേരെ ബദ്രിയുടെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷേ പ്രണവേട്ടന് ഒട്ടും പേടിയില്ലാത്തോണ്ടെന്നറിയില്ല, പ്രണവേട്ടൻ ബദ്രിയുടെ കാല് നനച്ചു ട്ടോ. അവന് പേടിയായോണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ആ സാഹസത്തിന് മുതിർന്നില്ല. പിന്നെ എൻ്റെ ഈ ഇരിപ്പ് നിങ്ങൾ വിചാരിക്കും കടൽ ആസ്വദിച്ചിരിക്കുകയാണ്. അല്ല ഗൈസ്, ഫോട്ടോ എടുക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളവിടെ ഒരു പാർക്ക് കണ്ടത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. പോണ വഴിക്ക് ഒരു റോട്ടനെയും കണ്ടു. അപ്പോൾ ബദ്രിക്ക് ഓടിക്കാൻ പറ്റിയ റൈറ്റ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സംഭവം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത്. ബദ്രീനെ നേരെ അതിൽ കയറ്റിയിരുത്തി ഒരു 4, 5 കറക്കം അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. ശേഷം ഞങ്ങളെ എയിം എന്ന് പറയുന്നത് ഒരു ചായയായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്ന് ഒരു പത്തിരിയും ഉള്ളിവടയും പിന്നെ 2 ചായയും വാങ്ങി. അപ്പോഴേക്കും നൈറ്റ് ലൈഫ് ഓണായി ഉണ്ടായിരുന്നു. പിന്നെ നേരെ പോയി ഗോപുവിനെ കൂട്ടി. ഗോപുവിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരം സ്പോട്ടായ കാസ റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ നടത്തം കണ്ടാൽ മനസ്സിലാവും കാലിനെന്തോ പറ്റിയെന്ന്. കാല് ചെറുതായിട്ടൊന്ന് പടം മറിഞ്ഞു കേട്ടോ. പിന്നെ മെനു കാർഡ് തന്നപ്പോൾ മുതൽ ബദ്രി അതിനകത്തുള്ള ഓരോ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി എത്തി. പിന്നെ ഫുഡ് വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട കാര്യം എന്നോട് മറന്നു പോകും. അപ്പോൾ പ്രണവേണ്ണാണ് പലപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കാറ്. അതുകൊണ്ടാണ് കേട്ടോ ക്യാമറ ഫേസ് തരാത്തത്. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബദ്രി നല്ല ടയേർഡായി ഉണ്ടായിരുന്നു. ആളച്ഛനും നെഞ്ഞത്തും മലർന്ന് കിടന്നൊക്കെ ആയിരുന്നു പാല് കുടിക്കുന്നത്. പിന്നെ ഉറങ്ങാനും ഒരുപാട് ലേറ്റ് ആയി ട്ടോ.